അടുത്തത് 2017 പാർട്ട് എയിലെ തേർഡ് ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യുന്നത്. ഇതിന് 10 മാർക്കാണ്. ചോദിച്ചിട്ടുള്ളത് ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൽ വരുന്ന ആക്സിലറേഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ ആക്സിലറേഷനാണ്. പക്ഷേ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡാണെന്നോ ഇൻസ്റ്റന്റേനിയസ് മെത്തേഡാണെന്നുള്ള മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ആക്സിലറേഷന് ആംഗുലർ ആക്സിലറേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിൽ ചെയ്യണം. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ക്രാങ്കിൻ mechanism is having following dimensions: crank 480 mm, connecting rod 1600 mm. If the crank is rotating at 20 radian per second counterclockwise direction and it is at 60 degree from IDC measured counterclockwise, calculate the following: velocity of slider, second one acceleration of slider, third one angular acceleration of connecting rod. റേഡിയസ് തന്നിട്ടുണ്ട് R = 480 mm. ദെൻ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് L = 1600 mm. ദെൻ ആംഗുലർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് തന്നിട്ടുണ്ട് 20 radian per second കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ തന്നിട്ടുള്ളത് അതിൻ്റെ തീറ്റ ആംഗിളാണ് 60 ഡിഗ്രി ഫ്രം IDC ഇന്നർ ഡെഡ് സെൻറ്ററിലാണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത്ര ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് വെലോസിറ്റി ഓഫ് സ്ലൈഡറിൻ്റെ വെലോസിറ്റി നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ആക്സിലറേഷൻ ഓഫ് സ്ലൈഡറിൻ്റെ ആക്സിലറേഷനും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലാസ്റ്റ് വൺ ആംഗുലർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലർ ആക്സിലറേഷനും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്രോയിങ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഡ്രോയിങ് തരും, ചില ക്വസ്റ്റ്യനിൽ ഡ്രോയിങ് തരില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡ്രോയിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്രാങ്ക് ഡ്രോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ് ആക്സസും ഫസ്റ്റ് ഒരു വൈ ആക്സസും ഡ്രോ ചെയ്യാം. അപ്പോൾ എക്സ് ആക്സസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് 60 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. തീറ്റ = 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ ഒരു ക്രാങ്ക് ഡ്രോ ചെയ്തു. ക്രാങ്ക് എൻഡ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് നമ്മൾ എന്ത് ചെയ്തു, ഫിക്സ്ഡ് ആയിട്ട് മാർക്ക് ചെയ്തു. പോയിൻ്റ് എ എന്ന് മാർക്ക് ചെയ്യാം. ദെൻ ക്രാങ്കിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 480 mm തന്നിട്ടുണ്ട്. ദെൻ ഈ പോയിൻ്റ് എന്ത് ചെയ്യുക, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു എക്സ് ആക്സസ്. ദെൻ നമ്മൾ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്ത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കണക്റ്റിംഗ് റോഡ് വരിക. കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്ത് 1600 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു കോമ്പസ് എടുത്തിട്ട് ഈ ലൈനിന് മീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, 1600 mm മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 480 mm ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് 4.8 cm എടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 4.8 എടുക്കുമ്പോൾ നമ്മൾ 16 cm വേണം ഇവിടെ എടുക്കാൻ. അതല്ലെങ്കിൽ അതിൻ്റെ പകുതി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഡ്രോയിങ് കിട്ടും. മാക്സിമം സൈസിൽ തന്നെ ഡ്രോ ചെയ്യാൻ നോക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് നമ്മൾ 1600 mm എടുത്തു. അപ്പോൾ ഈ പോയിൻ്റ് എ, നെക്സ്റ്റ് പോയിൻ്റ് ബി, ഇവിടെ എന്ത് ചെയ്യാം, നമ്മളൊരു പിസ്റ്റൺ അറേഞ്ച് ചെയ്തു. ഓക്കെ, ദെൻ എ ബി, പിസ്റ്റൺ സി, ഫിക്സഡ് പോയിൻ്റ് ടി. അപ്പോൾ നമുക്കൊരു മെക്കാനിസം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ പോയിൻ്റ് ബി എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ലോക്കസാണ്. ഇതാണ് ഇതിൻ്റെ ലോക്കസ്, മൂവ് ചെയ്യുന്ന ലോക്കസ്. ഓക്കെ, ദെൻ നമ്മൾ IDC എന്നാണ് 60 ഡിഗ്രി എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ ഇവിടെ വരും TDC, ഇന്നർ ഡെഡ് സെൻറ്റർ ഓർ ബോട്ടം ഡെഡ് സെൻറ്റർ IDC ഇവിടെ വരും. ഈ IDC എന്നാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. IDC ആൻറ്റി ക്ലോക്ക് വൈസ് 60 ഡിഗ്രി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എടുക്കാനുള്ള കാരണം. അതല്ല ഇനി TDC എന്നാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കണം. ക്ലിയർ. ഇനി നമ്മൾ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു. കൗണ്ടർ ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് ഒമേഗൻ്റെ വാല്യൂ. ഒമേഗ = 20 radian per second. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രോയിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിലാണെങ്കിൽ ഇക്വേഷൻ ഫോർ ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ ഫോർ റിലേറ്റീവ് വെലോസിറ്റി ഇക്വേഷൻ എഴുതുക. വെലോസിറ്റി ഓഫ്
അപ്പോൾ എയും ഡിയും ഫിക്സഡ് ആണ്. അപ്പോൾ ബിയും സിയും മാത്രമേ മൂവബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി സി ഈക്വൽ ടു എഴുതാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി മൈനസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി സി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റീനിയസ് വെലോസിറ്റി ഓഫ് ബി മൈനസ് ഇൻസ്റ്റൻറ്റീനിയസ് വെലോസിറ്റി ഓഫ് സി. ഇത് ഡയറക്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഡയറക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അനലിറ്റിക്കൽ ഒരു ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. ഇത് വെച്ചിട്ട് വെലോസിറ്റി ഓഫ് ബി സി നമുക്ക് നോക്കാം. വെലോസിറ്റി ഓഫ് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ലിങ്കിൻ്റെ എന്താണ് കണക്ട് നോഡിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ ഈ വെലോസിറ്റിൻ്റെ ഫസ്റ്റ് നമ്മൾ സൈൻ കൊടുക്കുന്നത് ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ക്രോസ് കൊടുക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി സി മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയില്ല, അപ്പോൾ ക്രോസ് ഇട്ടു. ദെൻ വെലോസിറ്റി ഓഫ് ബി സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്, ഈ ലിങ്കിന് പെർപെൻഡിക്കുലറാണ്. അതാണ് വെലോസിറ്റി ഓഫ് ബി സിൻ്റെ ഡയറക്ഷൻ ഈ ലിങ്കിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഡയറക്ഷന് നമുക്ക് അറിയാം, മാഗ്നിറ്റ്യൂഡ് അറിയില്ല, അപ്പോൾ ക്രോസ് ചെയ്തു, ഡയറക്ഷൻ അറിയാം. നെക്സ്റ്റ് വൺ മാഗ്നിറ്റ്യൂഡ് അറിയാൻ നോക്കുക. വെലോസിറ്റി ഓഫ് ബി മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കിനാണ്. അപ്പോൾ ഈ ക്രാങ്ക് ലെങ്ത് ഇങ്ങോട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ലിങ്കിന് 90 ഡിഗ്രിയിൽ ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും വെലോസിറ്റി ഓഫ് ബി പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. ഡയറക്ഷനോ ഇതിന് 90 ഡിഗ്രിയിലാണ്, ഡയറക്ഷനോ അറിയാം. വെലോസിറ്റി ഓഫ് സി നോക്കുക. വെലോസിറ്റി ഓഫ് സി പറഞ്ഞാൽ പിസ്റ്റൺ പോയിൻ്റാണ്. ഈ പിസ്റ്റണിനെയാണ് വെലോസിറ്റി ഓഫ് സി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ക്രാങ്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് കണക്റ്റിനോട് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിലോട്ട് വരും, പിസ്റ്റൺ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ബി സി പിസ്റ്റൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയില്ല, ഡയറക്ഷൻ അറിയാം, ഇങ്ങോട്ടാണ് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ നോണായിട്ട് രണ്ടും അറിയുന്നു, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയുന്നത് നമുക്ക് വെലോസിറ്റി ഓഫ് ബി ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ബി ഫസ്റ്റ് ഡ്രോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാം ഡ്രോ ചെയ്യാം. വെലോസിറ്റി വെക്റ്റർ ഡയഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളൊരു ഫിക്സ്ഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയും ഡിയും ആണ് ഫിക്സ്ഡ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ഡി. വെക്റ്റർ ഡയഗ്രത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും മാർക്ക് ചെയ്യണം. പിന്നല്ല സ്മോൾ ലെറ്ററാണ് മാർക്ക് ചെയ്യുന്നത്, എയും ഡിയും ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോണായിട്ട് അറിയുന്നത് ഈ വാല്യൂ ആണ്, വെലോസിറ്റി ഓഫ് ബി ആണ്. വെലോസിറ്റി ഓഫ് ബി മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ഓഫ് ബി ഈക്വൽ ടു ലിങ്ക് ഇവിടുന്ന് ഈ പോയിൻ്റിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒമേഗ ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ ക്രാങ്കിൻ്റെ ഡിസ്റ്റൻസാണ്. വെലോസിറ്റി ഈക്വൽ ടു ആർ ഒമേഗ, അതാണ് ഇക്വേഷൻ. ആർ മീൻസ് നമ്മളെ ഡിസ്റ്റൻസ് എ ബി ആണ്. ഡിസ്റ്റൻസ് എ ബി ഇൻറ്റു ഒമേഗ ഓഫ് എ ബി. ഡിസ്റ്റൻസ് എ ബി മീൻസ് എത്രയാണ്, 480 ഇൻറ്റു ഒമേഗ ഓഫ് എ ബി മീൻസ് ഇത് 480 മില്ലിമീറ്ററിലാണ്, 10⁻³ കൊടുക്കും, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ഓഫ് ക്രാങ്ക് വരുന്ന 20 ആണ്, ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് 9.6 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും, വെലോസിറ്റി ഓഫ് ബി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വെലോസിറ്റി ഓഫ് ബി അറിയാം, ഈ വാല്യൂൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ ആ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ട് രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ മെക്കാനിസം കറക്റ്റ് ഡയമെൻഷനിലും നമ്മൾ കറക്റ്റ് ജോമെട്രിക്കൽ ആംഗിളും ലെങ്ത് വൈസിലാണ് വൃത്തിയായിട്ട് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെലോസിറ്റി കോമ്പണൻ്റ് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങോട്ട് മാപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ലൈനിന് പാരലായിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ലൈൻ ഡ്രോ ചെയ്തു. ഓക്കെ, അത് എൻഡിങ് പോയിന്റ് എ ഡി ആണ്. എന്ന് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബി ആണ് പോയിന്റ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ബി ആയിരിക്കും. ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 9.6 എടുക്കണം. ഇതാണ് വെലോസിറ്റി ഓഫ് ബി, ഇതാണ് 9.6 സെൻറ്റിമീറ്റർ എടുക്കുക, അല്ലെങ്കിൽ 0.9 സെൻറ്റിമീറ്റർ എടുക്കുക, അല്ലെങ്കിൽ 96 സെൻറ്റിമീറ്റർ എടുക്കുക. അതായത് ഡയമെൻഷൻ വെച്ചിട്ട് ചെയ്യാം. അത് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇതേമാതിരി ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ വെക്റ്റർ ഡയഗ്രത്തിന് മാത്രം. ഇതിന് ഒരു ജോമെട്രി ഉപയോഗിക്കുക, ഇതിനൊരു ജോമെട്രി ഉപയോഗിക്കുക, ഇതിനൊരു സ്കെയിൽ ഉള്ള രീതിയിൽ ഡിഫറെൻറ്റ് സ്കെയിൽ യൂസ് ചെയ്യാം. പക്ഷേ വെക്റ്റർ ഡയഗ്രാം ഡ്രോ ചെയ്യുമ്പോൾ അതിനെല്ലാത്തിനും ഒരു സ്കെയിലിനായിരിക്കണം. വെലോസിറ്റി ബി മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വെലോസിറ്റി ബി സിയോ വെലോസിറ്റി സി മാർക്ക് ചെയ്യാം. അപ്പോൾ ബിയിലെത്തിയ സ്ഥിതിക്ക് ഇവിടുന്ന് എന്ന് ബിയിലെത്തി, ഇനി ബിന്ന് സിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബി സി ആണ് ഫൈൻഡ് ഔട്ട്. ബി സി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബി സി ലിങ്കിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ബി സി ലിങ്കിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി സി ലിങ്കിന് പെർപെൻഡിക്കുലർ ഇങ്ങനെ ലൈൻ വരുന്നു. ആ ലൈൻ ഇതേ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ മിനി ഡ്രാഫ്റ്ററോ അല്ലെങ്കിൽ സ്കെയിലോ എടുത്തിട്ട് ഈ ലൈന് അതേ രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം.
പറഞ്ഞാൽ ഈ ലൈന് ഇതേ രീതിയിൽ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. കാരണം വെലോസിറ്റി ഓഫ് ബി സി ആണ്. ക്ലിയർ? ഇത് എൻഡ് ചെയ്യുന്ന പോയിന്റ് നമുക്കറിയില്ല, കാരണം വെലോസിറ്റി ഓഫ് ബി സി മാഗ്നിറ്റ്യൂഡ് അറിയില്ല, ഡയറക്ഷൻ അറിയാം. ഡയറക്ഷൻ ഡ്രോ ചെയ്തു. ഇനി നമ്മൾ എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിൽ നോക്കി. പക്ഷേ എൻഡിങ് പോയിന്റ് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഇനി ഇത് ഡിയിൽ നിന്ന് നമ്മൾ സിയിലോട്ട് വരാം. അങ്ങനെ ഡി എന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സിയിലോട്ട് വരുമ്പോൾ സീൻ്റെ വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് സി മീൻസ് മാഗ്നിറ്റ്യൂഡ് അറിയില്ല, ഡയറക്ഷൻ അറിയാം. ഡയറക്ഷൻ എങ്ങനെയാണ്? വെലോസിറ്റി ഓഫ് സി എന്ന് പറഞ്ഞത് പിസ്റ്റനാണ്. പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ പിസ്റ്റൺ നിൽക്കുന്നത് സി കോൺടാക്ട് ചെയ്യുന്നത് ഡി ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വെക്റ്റർ ഡയഗ്രത്തിൽ ഏതുണ്ട്? എ ഉണ്ട്, ഡി ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ സി കോൺടാക്ട് ചെയ്യുന്നത് ഡി ആയതുകൊണ്ട് ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വെക്റ്റർ ഡയഗ്രത്തിലുണ്ട്, എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണ്. അപ്പോൾ ഡിയിലൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യും, വെലോസിറ്റി ഓഫ് സി പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വരുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ പിസ്റ്റൺ മൂവ്മെൻറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എക്സ് ആക്സിസിന് പാരലാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് ലൈൻ ഡ്രോ ചെയ്തു. ഇത് രണ്ട് മീറ്റ് ചെയ്ത് ഈ ലൈനും മീറ്റ് ചെയ്തൊരു പോയിന്റ് കിട്ടി. അതാണ് നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ സി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ചെക്ക് ചെയ്യാം. ഡയറക്ഷൻ ചെക്ക് ചെയ്യാനും വെലോസിറ്റി ഓഫ് ബി മാത്രമേ ഡയറക്ഷൻ നമുക്ക് അറിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വ്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരണം. ഇതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വരുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി ഇവിടെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ആണ്, വെലോസിറ്റി ഓഫ് സി മൈനസ് ആണ്. വെലോസിറ്റി ഓഫ് സി ബി ഇങ്ങോട്ട്, വെലോസിറ്റി ഓഫ് ബി സി ദിസ് വൺ, ദെൻ വെലോസിറ്റി ഓഫ് സി ദിസ് വൺ. വെലോസിറ്റി ഓഫ് ബി പ്ലസ് ആണ്, അപ്പോൾ വെലോസിറ്റി ഓഫ് സി മൈനസ് ആണ്. വെലോസിറ്റി ഓഫ് ബി പ്ലസ് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, വെലോസിറ്റി ഓഫ് സി പ്ലസ് ആയിരിക്കും. വെലോസിറ്റി ഓഫ് സി മൈനസ് ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ഷൻ. ക്ലിയർ? then വെലോസിറ്റി ഓഫ് സി ഇവിടെ മൈനസ് ആണ്. ഇത് ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് വരും, വെലോസിറ്റി ഓഫ് സി പ്ലസ് വരും. എന്നാൽ വെലോസിറ്റി ഓഫ് സിൻ്റെയും വെലോസിറ്റി ഓഫ് ബി സിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. വെലോസിറ്റി ഓഫ് സി ഇങ്ങോട്ട്, അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് ഡയറക്ഷനിലോട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് സ്ലൈഡറാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. വെലോസിറ്റി ഓഫ് സ്ലൈഡർ എന്ന് പറഞ്ഞാൽ സി ആണ് നമ്മുടെ സ്ലൈഡർ. വെലോസിറ്റി ഓഫ് സ്ലൈഡർ മീൻസ് വെലോസിറ്റി ഓഫ് സ്ലൈഡർ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സി ഈക്വൽ ടു ഏതാണ്, വെക്റ്റർ ഡിയിൽ നിന്ന് സിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ സ്കെയിൽ നോട്ട് ചെയ്യാം. ഈ നോട്ട് ചെയ്തുള്ള സ്കെയിൽ വാല്യൂ എന്ത് ചെയ്യുക, അത്ര മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് സ്ലൈഡർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഞാൻ ആക്സിലറേഷൻ ഓഫ് സ്ലൈഡറാണ്, ദെൻ ആക്സിലറേഷൻ ഓഫ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് കണക്റ്റിംഗ് റോഡാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അടുത്തത് ആക്സിലറേഷൻ ഡയഗ്രം ഡ്രോ ചെയ്യണം. അപ്പോൾ ഇനി ആക്സിലറേഷൻ ഡയഗ്രത്തിലോട്ട് നമുക്ക് പോകാം. ആക്സിലറേഷൻ ഡയഗ്രം ഡ്രോ ചെയ്യാനും അടുത്ത ഹെഡിങ് ഇതേ രീതിയിൽ ചെയ്യാം. ആക്സിലറേഷൻ ഡയഗ്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ ഫോർ റിലേറ്റീവ് ആക്സിലറേഷൻ, റിലേറ്റീവ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഇതേ ഇക്വേഷൻ എന്ത് ചെയ്യുക, റിലേറ്റീവിലേക്ക് ആക്സിലറേഷനിൽ കൺവേർട്ട് ചെയ്യുക. ആക്സിലറേഷൻ ഓഫ് ബി സി ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് ബി മൈനസ് ആക്സിലറേഷൻ സി. ഇതാണ് ഡയറക്റ്റുള്ളത്. ഇനി ആക്സിലറേഷൻ്റെ കേസിലാവുമ്പോൾ രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഇതിന് ഓൾറെഡി വെലോസിറ്റിക്ക് എല്ലാം ഒറ്റ കോമ്പണൻസ് ഉള്ളൂ. ആക്സിലറേഷൻ ആകുമ്പോൾ റേഡിയലും ടാൻജൻഷ്യലും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ആക്സിലറേഷൻ ഓഫ് ബി സി അതിൻ്റെ റേഡിയൽ കോമ്പണൻറ്റ് പ്ലസ് ആക്സിലറേഷൻ ഓഫ് ബി സി അതിൻ്റെ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഈക്വൽ ടു ആക്സിലറേഷൻ ഓഫ് ബി റേഡിയൽ പ്ലസ് ആക്സിലറേഷൻ ഓഫ് ബി ടാൻജൻഷ്യൽ മൈനസ് ആക്സിലറേഷൻ ഓഫ് സി അതിൻ്റെ റേഡിയലും ആക്സിലറേഷൻ ഓഫ് സി അതിൻ്റെ ടാൻജൻഷ്യലും. ഇത്ര ടേംസാണ് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിക്കാനുള്ള ഏതൊക്കെയുള്ള ടേംസ് സീറോ വരും. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ